പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ഇന്ത്യൻ ഇക്കോണമി എന്ന പുസ്തകത്തിലെ ഓൺ ദ ഈവ് ഓഫ് ഇൻഡിപെൻഡൻസ് ചാപ്റ്റർ 1 രണ്ടാമത്തെ ഭാഗമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ ബ്രിട്ടീഷ് പീരീഡിലുണ്ടായിട്ടുള്ള ഇന്ത്യൻ ഇക്കോണമിയുടെ പ്രധാനപ്പെട്ട സംഭവങ്ങൾ കഴിഞ്ഞ ഒരു എപ്പിസോഡിൽ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. കഴിഞ്ഞ എപ്പിസോഡിൽ അഗ്രികൾച്ചറൽ സെക്ടർ, അതേപോലെ ഇൻഡസ്ട്രിയൽ സെക്ടറിലുള്ള പോസിറ്റീവ്സ് നെഗറ്റീവ്സ് കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് അതിനെ തുടർന്നുള്ള 4 സെക്ടറുകളെ കുറിച്ചാണ്. അതിൽ അടുത്ത സെക്ടർ ഫോറിൻ ട്രേഡ് എന്നുള്ളതാണ്. ഫോറിൻ ട്രേഡ് എന്ന മേഖലയിൽ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ ബ്രിട്ടീഷ് ഭരണകാലത്ത് ഉണ്ടായിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളെക്കുറിച്ചാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത്. ഇന്ത്യ ഹാഡ് ബീൻ ആൻ ഇമ്പോർട്ടൻ്റ് ട്രേഡിംഗ് നേഷൻ സിൻസ് ആൻഷ്യൻ ടൈംസ്. വളരെ പഴയ കാലം മുതൽ തന്നെ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ട്രേഡിംഗ് നേഷനാണ്. കച്ചവടത്തിന് വളരെ പ്രിയപ്പെട്ട ഒരു രാജ്യമാണ് പ്രീ ബ്രിട്ടീഷ് പീരീഡ് കാലം മുതലേ തന്നെ. കൊളോണിയൽ ഗവൺമെൻറ് ഫോളോഡ് റെസ്ട്രിക്റ്റീവ് പോളിസീസ് ഓഫ് കമ്മോഡിറ്റി പ്രൊഡക്ഷൻ, ട്രേഡ് ആൻഡ് താരിഫ്സ്. ഇന്ത്യയിൽ ഉണ്ടായിരുന്ന കോളനി ഗവൺമെൻറ് അഥവാ ബ്രിട്ടീഷ് ഗവൺമെൻറ് ഫോളോ ചെയ്തിരുന്നത് ഒരു റെസ്ട്രിക്റ്റീവ് പോളിസിയാണ്, നിയന്ത്രിക്കപ്പെട്ട ഒരു പോളിസിയാണ്. 3 കാര്യങ്ങളിൽ വളരെയധികം നിയന്ത്രണങ്ങൾ ബ്രിട്ടീഷ് ഗവൺമെൻറ് ഏർപ്പെടുത്തിയിരുന്നു. അതിലൊന്ന് കമ്മോഡിറ്റി പ്രൊഡക്ഷനാണ്, സാധനത്തിൻ്റെ ഉൽപ്പാദനമാണ്. മറ്റൊന്ന് കമ്മോഡിറ്റിയുടെ ട്രേഡാണ്, കച്ചവടമാണ്. മറ്റൊന്ന് കമ്മോഡിറ്റി താരിഫ്സാണ്. താരിഫ്സ് എന്ന് പറഞ്ഞാൽ കമ്മോഡിറ്റി വിപണനം ചെയ്യുമ്പോൾ ഏർപ്പെടുത്തുന്ന നികുതിയാണ്. ഇമ്പോർട്ട് എക്സ്പോർട്ട് ടാക്സുകളാണ് നമ്മൾ താരിഫ് അഥവാ റേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ 3 മേഖലകളിലും വളരെ റെസ്ട്രിക്റ്റീവായ പോളിസിയാണ് ബ്രിട്ടീഷ് ഗവൺമെൻറ് ഫോറിൻ ട്രേഡിൻ്റെ മേഖലയിൽ സ്വീകരിച്ചിരുന്നത്. ഇറ്റ് അഡ്വേഴ്സ്ലി അഫക്റ്റ് ദ സ്ട്രക്ചർ ആൻഡ് കോമ്പോസിഷൻ ആൻഡ് വോളിയം ഓഫ് ഇന്ത്യാസ് ഫോറിൻ ട്രേഡ്. ബ്രിട്ടൻ പിന്തുടർന്നു വന്ന റെസ്ട്രിക്റ്റീവ് പോളിസി വളരെ പ്രതികൂലമായി ഇന്ത്യയുടെ വിദേശ വ്യാപാരത്തിൻ്റെ ഘടനയെ, അതിൻ്റെ വോള്യത്തിന്, അതിൻ്റെ കൊമ്പോസിഷന് 3 വളരെ പ്രതികൂലമായി ബാധിച്ചതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എന്നിരുന്നാലും ഈ മേഖലയിൽ ബ്രിട്ടീഷ് ഭരണം കൊണ്ട് ചെറിയ ചില നേട്ടങ്ങൾ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയ്ക്ക് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. ആ പ്രധാനപ്പെട്ട പോസിറ്റീവ്സ് ഇൻ ഫോറിൻ ട്രേഡ് എന്നുള്ളതാണ് നമ്മൾ മറ്റിനി ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക്. അതിലൊന്ന്, ഇന്ത്യ ബിക്കെയിം ആൻ എക്സ്പോർട്ടർ ഓഫ് പ്രോഡക്ട്സ് ഇൻ ഇൻ്റർനാഷണൽ മാർക്കറ്റ്. ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ വിപണനം ചെയ്യുന്ന ചില കമ്മോഡിറ്റികളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കയറ്റുമതിക്കാരനായിട്ട് ഇന്ത്യൻ ഈ സമ്പദ് വ്യവസ്ഥ മാറി എന്നുള്ളതാണ് അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നേട്ടം. പ്രൈമറി പ്രൊഡക്ട്സ് ലൈക്ക് റോ സിൽക്ക്, കോട്ടൺ, വൂള്, ഷുഗർ, ജൂട്ട് എക്സെട്ര വർ എക്സ്പോർട്ടഡ് ഫ്രം ഇന്ത്യ. ആ കാലത്ത് ബ്രിട്ടീഷ് ഭരണകാലത്ത് ഇന്ത്യയിൽ നിന്ന് പ്രൈമറി പ്രൊഡക്റ്റുകളായിട്ടുള്ള റോ സിൽക്ക്, കോട്ടൺ, വൂള്, ഷുഗർ, ജൂട്ട് തുടങ്ങിയവ കയറ്റുമതി ചെയ്യപ്പെട്ടിരുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇന്ത്യ റിസീവ്ഡ് എ ലോട്ട് ഓഫ് റവന്യൂ ഫ്രം എക്സ്പോർട്സ്. അതുകൊണ്ട് തന്നെ ഈ പ്രൈമറി പ്രോഡക്റ്റിൻ്റെ എക്സ്പോർട്ടിൽ നിന്ന് ഇന്ത്യക്ക് ഏറ്റവും വലിയ ഒരു വരുമാനം നേടിത്തരാൻ സാധിച്ചിരുന്നു. ഇന്ത്യ അച്ചീവ്സ് എ ഫേവറബിൾ ബാലൻസ് ഓഫ് ട്രേഡ്. ബാലൻസ് ഓഫ് ട്രേഡ് മീൻസ് ദ എക്സ്പോർട്ട് ഈസ് ഗ്രേറ്റർ ദാൻ ഇമ്പോർട്ട്. ഫേവറബിൾ ബാലൻസ് ഓഫ് ട്രേഡ് നേടാൻ നമുക്ക് സാധിച്ചിരുന്നു. ഇന്ത്യയുടെ എക്സ്പോർട്ടിൻ്റെ വാല്യൂ ഇമ്പോർട്ടിൻ്റെ വാല്യൂവിനേക്കാൾ വളരെ മെച്ചപ്പെട്ടതായിരുന്നു. ഇൻട്രാക്റ്റഡ് വിത്ത് ദ ഗ്ലോബൽ മാർക്കറ്റ്. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ ആ കാലത്ത് ഗ്ലോബൽ മാർക്കറ്റുകളുമായി വളരെയധികം നേരിട്ട് ഇടപെട്ടിരുന്നു. ത്രൂ ഫോറിൻ ട്രേഡ് ഇന്ത്യ ബിക്കെയിം ടു ഇൻട്രാക്ട് വിത്ത് ദ ഗ്ലോബൽ മാർക്കറ്റ്. ഇത്തരത്തിലുള്ള വിദേശ വ്യാപാരത്തിലൂടെ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ ലോകത്തിലുള്ള മറ്റ് പ്രധാനപ്പെട്ട രാജ്യങ്ങളുമായി കച്ചവടത്തിൽ ഏർപ്പെട്ടുകയും ഗ്ലോബൽ മാർക്കറ്റിൽ നിർണായക ശക്തിയായി ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ മാറുകയും ചെയ്തിട്ടുണ്ട്. ദെൻ ദ ഡൊമസ്റ്റിക് പ്ലേയേഴ്സ് began to compete with other market players. ഗ്ലോബൽ മാർക്കറ്റിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മാർക്കറ്റ് പ്ലേയേഴ്സുമായിട്ട് കോമ്പീറ്റ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയ്ക്ക് ബ്രിട്ടീഷ് ഭരണകാലത്ത് ഉണ്ടായിരുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട നേട്ടം ദ ഓപ്പണിംഗ് അപ്പ് ഓഫ് സൂയസ് കനാലാണ്. ഇറ്റ് വാസ് ഇൻ 1969. 1969 സൂയസ് കനാൽ ഓപ്പൺ ചെയ്യപ്പെട്ടതോടുകൂടി ഇന്ത്യയുടെ വിദേശ വ്യാപാരം വളരെ ത്വരിതപ്പെട്ടുവെന്ന്
നമുക്ക് മനസ്സിലാക്കാം. ഇറ്റ് റെഡ്യൂസ് ദ കോസ്റ്റ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ ആൻഡ് മെയ്ഡ് ആക്സസ് ടു ദ ഇന്ത്യൻ മാർക്കറ്റ്സ് ഈസിയർ. സൂയസ് കനാലിൻ്റെ ഓപ്പണിങ്ങോടുകൂടി കോസ്റ്റ് ഓഫ് ട്രാൻസാക്ഷൻ, ഇന്റർനാഷണൽ ട്രേഡിലെ ഫോറിൻ ട്രേഡിലെ കോസ്റ്റ് ഓഫ് ട്രാൻസാക്ഷൻ വളരെയധികം ലഘൂകരിക്കപ്പെടുകയും അതിൻ്റെ ഭാഗമായി ഇന്ത്യൻ മാർക്കറ്റുകളിലുള്ള ഉൽപ്പന്നങ്ങൾ മറ്റു മാർക്കറ്റുകളിൽ വളരെ യഥേഷ്ടം വില കുറഞ്ഞുകൊണ്ട് ലഭ്യമാവാൻ അത് ഇടവരുത്തുകയും ചെയ്തു. ദെൻ ഇന്ത്യസ് ഫോറിൻ ട്രേഡ് ഡ്യൂറിങ് കൊളോണിയൽ പീരീഡ് ജനറേറ്റഡ് ലാർജ് എക്സ്പോർട്ട് സർപ്ലസ്. അതുകൊണ്ട് തന്നെ ഫോറിൻ ട്രേഡ് എന്ന് പറയുന്ന മേഖലയിൽ ഇന്ത്യ എക്സ്പീരിയൻസ് ചെയ്തത്, ഇന്ത്യക്ക് വളരെയധികം നേട്ടമുണ്ടായത് ലാർജ് എക്സ്പോർട്ട് സർപ്ലസ് ആണ്. എക്സ്പോർട്ടിലൂടെ വളരെ വലിയ നേട്ടം ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയ്ക്ക് ബ്രിട്ടീഷ് ഭരണകാലത്ത് ഉണ്ടായിട്ടുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കാം. അതേ സമയത്ത് ധാരാളം നെഗറ്റീവ്സ് നമ്മളെ ഫോറിൻ ട്രേഡിൽ, വിദേശ വ്യാപാര മേഖലയിൽ ബ്രിട്ടീഷ് ഭരണം കൊണ്ട് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ തിരിച്ചറിഞ്ഞേ മതിയാവും. ആ പ്രധാനപ്പെട്ട കാര്യങ്ങളിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ, ഇന്ത്യ ബിക്കെയിം ആൻ ഇമ്പോർട്ടർ ഓഫ് ബ്രിട്ടീഷ് മെയ്ഡ് ഗുഡ്സ്. അതിൽ ഏറ്റവും വലിയ ഡ്രോബാക്ക് നമ്മൾ അനുഭവിച്ചത് ബ്രിട്ടൻ്റെ ഇൻഡസ്ട്രിയലൈസ്ഡ് കാലഘട്ടത്തിലെ ഏറ്റവും ഫിനിഷ്ഡ് ആയിട്ടുള്ള ഇൻഡസ്ട്രിയലൈസ്ഡ് ഗുഡ്സിൻ്റെ ഏറ്റവും വലിയ ഒരു ഇമ്പോർട്ടറായി, ഒരു ഇറക്കുമതിക്കാരനായി ഇന്ത്യ മാറി. ഇന്ത്യയിലാണ് അത്തരം ഉൽപ്പന്നങ്ങൾ മുഴുവൻ വിപണനം ചെയ്യപ്പെട്ടത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ബ്രിട്ടൻ്റെ ഉൽപ്പന്നങ്ങൾ ഏറ്റവും കൂടിയ വിലക്ക് വിറ്റ് തീർക്കുന്ന ഒരു മാർക്കറ്റായിട്ട് ഇന്ത്യ മാറി എന്നുള്ളതാണ് ഇതിൽ നമ്മൾ അനുഭവിച്ച ഏറ്റവും വലിയ ഒരു ഡീമെറിറ്റ്. ആൻഡ് ഇമ്പോർട്ടർ ഓഫ് കൺസ്യൂമർ ഗുഡ്സ് ലൈക്ക് കോട്ടൺ, സിൽക്ക്, വുളൻ ക്ലോത്ത് ആൻഡ് ക്യാപിറ്റൽ ഗുഡ്സ് ലൈക്ക് മെഷീനറീസ് പ്രൊഡ്യൂസ്ഡ് ബൈ ബ്രിട്ടൻ. ബ്രിട്ടൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന ധാരാളം ഉൽപ്പന്നങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കൺസ്യൂമറായി ഇന്ത്യ മാറി. പ്രധാനപ്പെട്ട കൺസ്യൂമർ ഗുഡ്സായ കോട്ടൺ, സിൽക്ക്, വുളൻ ക്ലോത്ത്, ക്യാപിറ്റൽ ഗുഡ്സ്, മറ്റ് മെഷീനറികൾ തുടങ്ങിയ എല്ലാ സാധനങ്ങളുടെയും പ്രധാനപ്പെട്ട ഒരു കൺസ്യൂമറായിട്ട്, ഒരു പ്രധാനപ്പെട്ട ഇറക്കുമതിക്കാരനായി ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ മാറി എന്നുള്ളതാണ് അത് നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം. ഗുഡ്സ് ഇമ്പോർട്ടഡ് ഫ്രം അതർ കൺട്രീസ് റെഡ്യൂസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ലോക്കലി പ്രൊഡ്യൂസ്ഡ് ഗുഡ്സ്. ഗുഡ്സ് ഇമ്പോർട്ട് ചെയ്യുന്ന, മറ്റ് രാജ്യങ്ങളിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്യുന്നതിൻ്റെ അളവ് വളരെയധികം കുറയപ്പെട്ടു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. മറ്റ് രാജ്യങ്ങളിൽ നിന്ന്, ബ്രിട്ടൻ ഒഴികെയുള്ള മറ്റ് രാജ്യങ്ങളിൽ നിന്ന് നമ്മൾ ഇമ്പോർട്ട് ചെയ്യപ്പെടുന്ന സാധനങ്ങളുടെ അളവ് വളരെയധികം കുറഞ്ഞു എന്നുള്ളത് കൊണ്ട് തന്നെ നമ്മളെ ലോക്കലി നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഉൽപ്പന്നങ്ങളുടെ പ്രാധാന്യവും അതുപ്രകാരം വളരെയധികം നിയന്ത്രിക്കപ്പെട്ടു. ദെൻ ബ്രിട്ടൻ മെയിൻറ്റെയിൻഡ് എ മൊണോപ്പൊളി കൺട്രോൾ ഓവർ ഇന്ത്യാസ് എക്സ്പോർട്ട് ആൻഡ് ഇമ്പോർട്ട്. ഇന്ത്യയുടെ കയറ്റുമതിയുടെയും ഇറക്കുമതിയുടെയും ഒരു മേജർ ഷെയർ ബ്രിട്ടനുമായിട്ടായതുകൊണ്ട് ഇന്ത്യക്കുണ്ടായിരുന്ന ആ മൊണോപ്പൊളി കൺട്രോൾ കംപ്ലീറ്റ് ആയിട്ട് ബ്രിട്ടൻ മെയിൻറ്റെയിൻ ചെയ്യുന്നതാണ് നമുക്ക് കാണാൻ സാധിക്കും. മറ്റ് രാജ്യങ്ങളുമായിട്ടുള്ള വിപണനങ്ങളൊക്കെ തടയപ്പെടുകയും ഏറ്റവും കൂടുതലായി ബ്രിട്ടനുമായിട്ട് മാത്രം വിദേശ വ്യാപാരത്തിൽ ഏർപ്പെടുന്നത് കാരണം ഇന്ത്യൻ എക്സ്പോർട്ടിനെയും ഇമ്പോർട്ടിൻ്റെയും മുകളിൽ ഒരു മൊണോപ്പൊളി കൺട്രോൾ ബ്രിട്ടൻ നേടി എന്നുള്ളതാണ്. ദെൻ മോർ ദാൻ ഹാഫ് ഓഫ് ദ ഇന്ത്യാസ് എക്സ്പോർട്ട് ആൻഡ് ഇമ്പോർട്ട് വാസ് റെസ്ട്രിക്റ്റഡ് ടു ബ്രിട്ടൻ. 50%-ലധികം മൊത്തം എക്സ്പോർട്ടിൻ്റെ ഇമ്പോർട്ടിൻ്റെ 50%-ലധികം ബ്രിട്ടനുമായി മാത്രമേ സംഭവിക്കാൻ പാടുള്ളൂ എന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറി വന്നു എന്നുള്ളത് നമ്മുടെ വിദേശ വ്യാപാരം അനുഭവിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ന്യൂനതയാണ്. Then opening up of Suez Canal intensified the British control over India's foreign trade. ഇന്ത്യയുടെ ഫോറിൻ ട്രേഡിൻ്റെ മുകളിൽ ഏറ്റവും വലിയ ഒരു നിയന്ത്രണം ബ്രിട്ടന് ലഭ്യമായി എന്നുള്ളതാണ് സൂയസ് കനാലിൻ്റെ ഓപ്പണിംഗ് അപ്പോടുകൂടി സംഭവിച്ചത്. സൂയസ് കനാൽ ഓപ്പൺ ചെയ്തതോടുകൂടി ബ്രിട്ടീഷ് കൺട്രോൾ നേരത്തെ ഉണ്ടായിരുന്നതിനേക്കാൾ കുറെ കൂടി ബ്രിട്ടന് കൺട്രോൾ ആ മേഖലയിൽ കിട്ടി. ഇന്ത്യയുടെ ഫോറിൻ ട്രേഡിനെ നിയന്ത്രിക്കാനുള്ളൊരു അധികാരം ബ്രിട്ടന് ലഭ്യമായി എന്നുള്ളതാണ് സൂയസ് കനാലിനെ കൊണ്ട് അതിൻ്റെ ഓപ്പണിങ്ങോടുകൂടി സാധ്യമായി. ലാർജ് എക്സ്പോർട്ട് സർപ്ലസ് കെയിം അറ്റ് എ ഹ്യൂജ് കോസ്റ്റ് ഓഫ് കൺട്രീസ് ഇക്കോണമി. അങ്ങനെ നമ്മൾ പരിശോധിച്ചപ്പോൾ നേട്ടങ്ങളിൽ എന്തുണ്ടായിട്ടുണ്ട്? ഇന്ത്യൻ എക്കോണമി എക്സ്പീരിയൻസ്ഡ് ലാർജ് എക്സ്പോർട്ട് സർപ്ലസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത്തരം ഒരു എക്സ്പോർട്ട് സർപ്ലസ് ഉണ്ടായിട്ടുള്ളത് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയ്ക്കുണ്ടായ ഏറ്റവും വലിയ ആഘാതത്തിൽ നിന്നുണ്ടായതാണ്. നമ്മുടെ കോസ്റ്റ് ഏറ്റവും കൂടുതൽ ചിലവാക്കപ്പെട്ടിട്ടുണ്ട് ഇത്തരത്തിലുള്ളൊരു എക്സ്പോർട്ട് സർപ്ലസ് നേടിയെടുക്കുന്നതിന് വേണ്ടി എന്ന് നമുക്ക് മനസ്സിലാവും. ദെൻ സെവറൽ എസെൻഷ്യൽ കമ്മോഡിറ്റീസ് ബിക്കെയിം സ്കേഴ്സ് ഇൻ ദ ഡൊമസ്റ്റിക് മാർക്കറ്റ്. ഏറ്റവും പ്രധാനപ്പെട്ട എസെൻഷ്യൽ കമ്മോഡിറ്റീസ് വരെ ബ്രിട്ടനിലേക്കും മറ്റു രാജ്യങ്ങളിലേക്കും ഒക്കെ കയറ്റുമതി ചെയ്തുകൊണ്ട് നമ്മുടെ ഡൊമസ്റ്റിക് മാർക്കറ്റിൽ അത്തരം കമ്മോഡിറ്റികളുടെ ലഭ്യത വളരെയധികം കുറഞ്ഞുപോയി. അത് വളരെയധികം ദൗർലഭ്യത അനുഭവപ്പെട്ടു എന്ന് നമുക്ക് മനസ്സിലാവും. ദെൻ എക്സ്പോർട്ട് സർപ്ലസ് ഡിഡ് നോട്ട് റിസൾട്ട് ഇൻ എനി ഫ്ലോ ഓഫ് ഗോൾഡ് ഓർ സിൽവർ ഇൻ ടു ഇന്ത്യ. ഈ പ്രധാനപ്പെട്ട കച്ചവടത്തിലെ വിദേശ വ്യാപാരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഐറ്റമായിട്ടുള്ള ഗോൾഡ്, സിൽവർ
ഇത് രണ്ടും നമ്മളെ രാജ്യത്തിലേക്ക് പ്രവഹിക്കുന്നതിൽ വലിയ നിയന്ത്രണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിലേക്ക് അത്തരത്തിലുള്ളൊരു റിസൾട്ടിലേക്ക് നമ്മൾ എക്സ്പോർട്ട് സർപ്ലസ് എത്തിപ്പെടാൻ സാധിച്ചിട്ടില്ല എന്ന് നമുക്ക് മനസ്സിലാവും. ഹ്യൂജ് പേയ്മെന്റ്സ് വെർ മെയ്ഡ് ഫോർ ദ ഓഫീസ് എക്സ്പെൻസ് ഓഫ് ദ കൊളോണിയൽ ഗവൺമെന്റ്. കൊളോണിയൽ ഗവൺമെന്റ് നമ്മളെ രാജ്യത്തും മറ്റ് രാജ്യങ്ങളിലും അവരെ വ്യാപാരത്തിന് വേണ്ടി ഏർപ്പെടുത്തിയിട്ടുള്ള മുഴുവൻ ഓഫീസ് സ്റ്റാഫിനും അത്തരം ഓഫീസുകൾ നിലനിൽക്കുന്നതിന് ആവശ്യമായ മുഴുവൻ ചെലവുകളും ഇന്ത്യയിൽ നിന്നാണ് പേ ചെയ്തിട്ടുള്ളത്. അത് ഇന്ത്യയുടെ ഒരു സമ്പത്ത് ചോർന്നു പോകുന്നതിന് അത് ഇടയായിട്ടുണ്ട്. അത്തരത്തിൽ ഡ്രെയിൻ ഓഫ് ഇന്ത്യൻ വെൽത്ത് ഈ മേഖലയിൽ സംഭവിച്ചിട്ടുണ്ട്. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയിലെ ഏറ്റവും പ്രധാനപ്പെട്ട സമ്പത്ത് മുഴുവൻ ചോർന്നു പോകുന്നതിന് ഇത് കാരണമായി എന്ന് നമുക്ക് മനസ്സിലാവും. നമുക്ക് അടുത്തതായി ചർച്ച ചെയ്യാനുള്ള മേഖല ഡെമോഗ്രാഫിക് കണ്ടീഷനാണ്. ഡെമോഗ്രാഫിക് കണ്ടീഷൻ മീൻസ് ദ ഫീച്ചേഴ്സ് റിലേറ്റിംഗ് ടു ദ പോപ്പുലേഷൻ. ജനസംഖ്യയുമായി ബന്ധപ്പെട്ട പോപ്പുലേഷൻ ഫീച്ചേഴ്സിനാണ് നമ്മൾ ഡെമോഗ്രാഫിക് കണ്ടീഷൻ അഥവാ ഡെമോഗ്രാഫിക് ഫീച്ചേഴ്സ് എന്ന് പറയാം. ദ വേരിയസ് ഡീറ്റെയിൽസ് അബൌട്ട് ദ പോപ്പുലേഷൻ ഇൻ ബ്രിട്ടീഷ് ഇന്ത്യ വാസ് ഫസ്റ്റ് കളക്റ്റഡ് ത്രൂ ദ സെൻസസ് ഇൻ 1881. നമ്മൾ നേരത്തെ മനസ്സിലാക്കിയിട്ടുണ്ട് 1881 ഒരു ഒഫീഷ്യലായ സെൻസസ് ഇന്ത്യയിൽ നടന്നിരുന്നത്. ഈ 1881 സെൻസസ് മുതൽ തന്നെ ബ്രിട്ടീഷ് ഗവൺമെന്റ് ഇന്ത്യയിലെ പോപ്പുലേഷനെ സംബന്ധിച്ചിട്ടുള്ള മുഴുവൻ വിവരങ്ങളും ബ്രിട്ടീഷ് ഗവൺമെന്റ് കയ്യിലാക്കിയിരുന്നു എന്ന് നമുക്ക് മനസ്സിലാവും. ആഫ്റ്റർ ദാറ്റ് ഇൻ എവറി 10 years സച്ച് സെൻസസ് ഓപ്പറേഷൻസ് ആർ ക്യാരിഡ് ഔട്ട്. അതിനുശേഷം 1881 ശേഷം എല്ലാ 10 വർഷം കൂടുന്ന സമയത്തും നമ്മുടെ രാജ്യത്ത് ഒഫീഷ്യലായി സെൻസസ് പ്രക്രിയകൾ നടന്നു വരികയാണ്. അപ്പോൾ നമ്മൾ ഏറ്റവും അവസാനമായി നടന്നത് 2011 2021 നമ്മൾ സെൻസസിൻ്റെ പ്രവർത്തനങ്ങൾ നടക്കാനിരിക്കുകയാണ്. ഈ കോവിഡ് വന്ന് ആ സെൻസസിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ തടയപ്പെട്ടത് എന്നും നമുക്ക് കൂട്ടി വായിക്കാവുന്നതാണ്. ഈ മേഖലയിൽ പ്രധാനപ്പെട്ട പോസിറ്റീവ് സംഭവവികാസങ്ങളൊന്ന് പരിശോധിക്കുകയാണെങ്കിൽ, ഒന്ന്, ബിഫോർ 1921 ഇന്ത്യ വാസ് ഇൻ ദ ഫസ്റ്റ് സ്റ്റേജ് ഓഫ് ഡെമോഗ്രാഫിക് ട്രാൻസിഷൻ. ഡെമോഗ്രാഫിക് ട്രാൻസിഷന് 3 ഘട്ടങ്ങളാണുള്ളത്. അതിൽ ഏറ്റവും ഒന്നാമത്തെ ഘട്ടം എന്ന് പറഞ്ഞാൽ ബർത്ത് റേറ്റും ഡെത്ത് റേറ്റും വളരെ കൂടുതലായ ഒരു അവസ്ഥയാണ് ഒന്നാമത്തെ ഘട്ടം. അപ്പോൾ 1921 മുൻപുള്ള കാലഘട്ടത്തിൽ ഇന്ത്യ ഈ ഡെമോഗ്രാഫിക് ട്രാൻസിഷൻ്റെ സ്റ്റേജിലെ ഒന്നാമത്തെ ഘട്ടത്തിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരുന്നത്. അതായത് നമുക്ക് ബർത്ത് റേറ്റും വളരെ കൂടുതലായിരുന്നു, ഡെത്ത് റേറ്റും വളരെ കൂടുതലായിരുന്നു. ദർ വാസ് ഇൻ സച്ച് ട്രാൻസിഷൻ ടു ബി നോട്ടഡ് ഇൻ ദ ഡെമോഗ്രഫി ഓഫ് പ്രീ ബ്രിട്ടീഷ് റൂൾ. ഈ നേരത്തെ നമ്മൾ പ്രീ ബ്രിട്ടീഷ് പീരീഡിൽ നമ്മൾ എന്തെല്ലാം സാഹചര്യങ്ങൾ ഈ മേഖലയിൽ കണ്ടെത്താൻ സാധിച്ചിരുന്നു, അത്തരത്തിലുള്ള ഒരു നേട്ടങ്ങൾ തന്നെയാണ് ഈ കാലഘട്ടത്തിൽ 1921 വരെ നമ്മൾ കണ്ടെത്തിയിരുന്നത്. എന്നാൽ ദർ ഈസ് നോ മച്ച് ബെനിഫിറ്റ് ഇൻ ദ ഡെമോഗ്രാഫിക് കണ്ടീഷൻ ഓഫ് ഇന്ത്യ. ബ്രിട്ടീഷ് ഭരണകാലം കൊണ്ട് ഡെമോഗ്രാഫിക് കണ്ടീഷനിൽ നമുക്ക് യാതൊരു തരത്തിലുള്ള നേട്ടങ്ങളും കാര്യമായി എണ്ണി പറയാൻ നമുക്ക് ലഭ്യമായിരുന്നില്ല. ഈ മേഖലയിൽ എന്നാൽ ധാരാളം നെഗറ്റീവ്സ് നമുക്ക് രേഖപ്പെടുത്താനുണ്ട്. ദർ ഈസ് നോ എനി മെറിറ്റ് ഓഫ് ബ്രിട്ടീഷ് റൂൾ ഓവർ ഇന്ത്യാസ് ഡെമോഗ്രാഫിക് സെക്ടർ. ഇന്ത്യൻ ഡെമോഗ്രാഫിക് സെക്ടറിലെ ഒരു തരത്തിലുള്ള മെറിറ്റുകളും ബ്രിട്ടീഷ് ഭരണം കൊണ്ട് നമുക്കുണ്ടായിട്ടില്ല എന്ന് നമുക്ക് സ്ഥാപിക്കാൻ കഴിയും. റിസൾട്ട് ഓഫ് സെക്കൻഡ് സ്റ്റേജ് ഓഫ് ട്രാൻസിഷൻ. ഈ മേഖലയിൽ നിന്ന് ഒന്നാമത്തെ ഘട്ടത്തിൽ നിന്ന് 1921 ശേഷം നമ്മൾ സെക്കൻഡ് സ്റ്റേജ് ഓഫ് ട്രാൻസിഷനിലേക്ക് നമ്മൾ കടന്നിട്ടുണ്ട്. അതായത് ഇന്ത്യയുടെ ബർത്ത് റേറ്റ് കൂടിയ അവസ്ഥയിൽ തന്നെ നിൽക്കുകയും ഡെത്ത് റേറ്റ് കുറയുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്ക് വന്നപ്പോൾ നമ്മൾ പോപ്പുലേഷൻ എക്സ്പ്ലോഷൻ എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് നമ്മൾ കടക്കുന്ന ഒരു സാഹചര്യം നമ്മുടെ രാജ്യത്ത് ഉണ്ടായിട്ടുണ്ട്. ദ ടോട്ടൽ പോപ്പുലേഷൻ ആൻഡ് റേറ്റ് ഓഫ് ഗ്രോത്ത് ഓഫ് പോപ്പുലേഷൻ അറ്റ് ദിസ് സ്റ്റേജ് വാസ് വെരി ഹൈ. ഈ 1921 മുതലുള്ള കാലഘട്ടത്തിൽ ഇന്ത്യൻ ടോട്ടൽ പോപ്പുലേഷനിലും അതേപോലെ റേറ്റ് ഓഫ് ഗ്രോത്ത് ഓഫ് പോപ്പുലേഷനിലും വളരെ അധികം വർധനവാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ദ ലോ റേറ്റ് ഓഫ് ലിറ്ററസി, നമ്മുടെ ശരാശരി ലിറ്ററസി റേറ്റ് വളരെ ചെറുതായിരുന്നു, വളരെ കുറവായിരുന്നു. നമുക്കിതിൽ നിന്ന് മനസ്സിലാവും. ദ ഓവറോൾ ലിറ്ററസി ലെവൽ വാസ് വെരി ലോ. രാജ്യത്തിലെ മൊത്തത്തിലുള്ള ലിറ്ററസി റേറ്റ് വളരെ കുറവായിരുന്നു. ദിസ് റേറ്റ് വാസ് ബിലോ 16% ആൻഡ് ഫീമെയിൽ ലിറ്ററസി വാസ് അറ്റ് എ നെഗ്ലിജിബിൾ ലോ. മൊത്തത്തിലുള്ള ലിറ്ററസി റേറ്റ് 16% താഴെയായിരുന്നു. അതിനേക്കാൾ വലിയ ഒരു സംഭവവികാസം നടക്കുന്നത് ഫീമെയിൽ ലിറ്ററസി റേറ്റ് വളരെ വളരെ കുറവായിരുന്നു എന്നുള്ള വിദ്യാഭ്യാസ മേഖലയ്ക്ക് ബ്രിട്ടീഷ് ഗവൺമെൻറ് കൊടുത്തിട്ടുള്ള പ്രാധാന്യത്തിൻ്റെ ഒരു റിസൾട്ട് കൂടിയാണ് ഇത്. നമ്മുടെ രാജ്യത്തിൻ്റെ വിദ്യാഭ്യാസത്തിനെ ഗവൺമെൻറ് ഒരു തരത്തിലും പരിഗണിച്ചിട്ടില്ല എന്ന് നമുക്ക് മനസ്സിലാവും. ദെൻ ആക്സസിബിലിറ്റി ടു പബ്ലിക് ഹെൽത്ത് ഫെസിലിറ്റീസ്. ഇറ്റ് വാസ് ആൻ അൺഅവൈലബിൾ ടു ലാർജ് ചങ്ക്സ് ഓഫ് പോപ്പുലേഷൻ. ബ്രിട്ടീഷ് ഭരണകാലത്ത് പബ്ലിക് ഹെൽത്ത് ഫെസിലിറ്റീസ് ലഭ്യമാവാത്ത ധാരാളം ജനങ്ങളാണ് ഇന്ത്യയിൽ ഉണ്ടായിരുന്നത്.
ഇന്ത്യൻ പോപ്പുലേഷൻ്റെ ഒരു മേജർ പാർട്ടും ബേസിക് ഹെൽത്ത് ഫെസിലിറ്റി പോലും ലഭ്യമാവാത്ത ജനങ്ങളാണ് ഉണ്ടായിരുന്നത് എന്ന് നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാവുന്നതാണ്. ദെൻ ഹൈലി ഇനാഡിക്വേറ്റ് പബ്ലിക് ഹെൽത്ത് ഫെസിലിറ്റീസ്. പൊതു ആരോഗ്യ മേഖലയിൽ വളരെ ഇനാഡിക്വേറ്റായ സേവനങ്ങൾ മാത്രമേ, അപര്യാപ്തമായ സേവനങ്ങൾ മാത്രമേ ബ്രിട്ടീഷ് ഭരണകാലത്ത് ലഭ്യമായിട്ടുള്ളൂ. ദെൻ റാംപൻ ഡിസീസസ്, പടർന്നു പിടിക്കുന്ന രോഗങ്ങൾ, ജലജന്യ രോഗങ്ങൾ, മാറാവ്യാധികൾ ഏറ്റവും കൂടുതലായ ഒരു കാലഘട്ടമാണ് ബ്രിട്ടീഷ് ഭരണകാലം. വാട്ടർ ആൻഡ് എയർബോൺ ഡിസീസസ് വേർ അക്യൂട്ട്. ജലജന്യ രോഗങ്ങൾ, വായു മലിനീകരണം കൊണ്ടുണ്ടാകുന്ന രോഗങ്ങൾ മുഴുവനും നമ്മുടെ രാജ്യത്ത് വളരെ കൂടുതലായി. ദിസ് ടുക്ക് എ ഹ്യൂജ് ടോൾ ഓൺ ലൈഫ്. ഒരുപാട് മരണങ്ങൾ ആ കാലഘട്ടത്തിൽ ഇന്ത്യയിൽ സംഭവിച്ചിട്ടുണ്ട്. ഇറ്റ് ഈസ് ഡ്യൂ ടു ആൻ ഇനാഡിക്വേറ്റ് ഹെൽത്ത് ഫെസിലിറ്റീസ്. ഇതിന് മുഴുവൻ കാരണം ആരോഗ്യ മേഖലയിൽ ഉണ്ടായിട്ടുള്ള അപര്യാപ്തമായ ഫെസിലിറ്റീസ് തന്നെയാണെന്ന് നമുക്ക് മനസ്സിലാവും. ദെൻ മോർട്ടാലിറ്റി റേറ്റ് വാസ് വെരി ഹൈ. മരണത്തിൻ്റെ നിരക്ക് വളരെ കൂടുതലായിരുന്നു. ഓവറോൾ മോർട്ടാലിറ്റി റേറ്റ് വാസ് വെരി ഹൈ. ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റ് വാസ് ക്വൈറ്റ് അലാമിംഗ്. 63 per 1000. 1000 കുട്ടികൾ ജനിക്കുന്നതിൽ 63 പേരും മരണപ്പെടുന്ന ഒരു സാഹചര്യം. ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റ് വളരെ അലാമിംഗ് ആയിരുന്നു, വളരെ ഭീതിപ്പെടുത്തുന്ന തരത്തിലുള്ളതായിരുന്നു. ദെൻ ലൈഫ് എക്സ്പെക്ടൻസി വാസ് വെരി ലോ. 38 years മാത്രമായിരുന്നു ഒരു ശരാശരി ഇന്ത്യക്കാരൻ്റെ ആയുസ് എന്ന് പറയുന്നത് 32 വർഷങ്ങൾ മാത്രമായിരുന്നു ആ കാലഘട്ടത്തിൽ. ദെൻ എക്സ്റ്റെൻസീവ് പോവർട്ടി പ്രിവെയിൽഡ് ഇൻ ഇന്ത്യ വിച്ച് കൺട്രിബ്യൂട്ടഡ് ടു ദ വേഴ്സണിംഗ് പ്രൊഫൈൽ ഓഫ് ഇന്ത്യാസ് പോപ്പുലേഷൻ. ഇന്ത്യയിലുള്ള ജനങ്ങൾ ഏറ്റവും കൂടുതൽ ദാരിദ്ര്യം അനുഭവിച്ചവരായിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്ത്യയിലെ പോപ്പുലേഷൻ്റെ മേജർ പോപ്പുലേഷനും വളരെ പരിതാപകരമായ അവസ്ഥയിലൂടെ മുന്നോട്ട് കൊണ്ടുപോയതാണ്. അന്നത്തെ ആ പോരായ്മ നമ്മൾ ഇന്നും ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് നമ്മൾ അതിൻ്റെ കൂടെ ചേർത്ത് വായിക്കേണ്ട ഒരു സംഭവമാണ്. ദെൻ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ടോപ്പിക് എന്ന് പറയുന്നത് 5ാമത്തെ ഏരിയ ഓക്യുപ്പേഷണൽ സ്ട്രക്ചറാണ്. നമ്മളെ തൊഴിൽ ഘടന എന്നുള്ളതാണ് നമ്മളിനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഡിഫറെൻറ്റ് പീപ്പിൾ വേർ എംപ്ലോയിഡ് ഇൻ ഡിഫറെൻറ്റ് ഓക്യുപ്പേഷൻ. ഇന്ത്യയിലുള്ള ജനങ്ങൾ വളരെ വ്യത്യസ്തമായ തൊഴിലുകളിൽ ഏർപ്പെടുന്ന ആളുകളാണ്. ഡിഫറെൻറ്റ് പീപ്പിൾ വേർ എംപ്ലോയിഡ് ഇൻ ഡിഫറെൻറ്റ് ഓക്യുപ്പേഷൻസ്. ആൻഡ് സം വേർ ഇൻ അഗ്രികൾച്ചർ വൈൽ അതേഴ്സ് ഇൻ ഇൻഡസ്ട്രീസ് ആൻഡ് ഫാക്ടറീസ്. കുറച്ച് ആളുകൾ വർക്ക് ചെയ്യുന്നത് കാർഷിക മേഖലയിലാണ്, ചില ആളുകൾ വ്യവസായ മേഖലയിലാണ്, ചില ആളുകൾ മറ്റ് ഫാക്ടറികളിലാണ്, മറ്റുള്ള ആളുകൾ സേവന മേഖലയിൽ, അങ്ങനെ പല പല മേഖലകളിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളാണ് പഴയ കാലത്ത് നമുക്കുണ്ടായത്. ഇൻ ഇന്ത്യ മെജോറിറ്റി ഓഫ് ദ വർക്കിംഗ് പീപ്പിൾ എൻഗേജ്ഡ് ഇൻ അഗ്രികൾച്ചർ സെക്ടർ. ഇന്ത്യയിലുള്ള മൊത്തം ജനങ്ങളുടെ ഏതാണ്ട് 60% ആളുകളും ആശ്രയിച്ചിരുന്നത് കാർഷിക മേഖലയായിരുന്നു. ദിസ് വാസ് സെയിം ഡ്യൂറിങ് ദ കൊളോണിയൽ പീരീഡ്. ഈ കൊളോണിയൽ പീരീഡിൽ എന്താണോ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അത് ഇതേ അവസ്ഥ തന്നെയാണ് കൊളോണിയൽ പീരീഡിലും ഉണ്ടായിരുന്നത്. നമ്മളുടെ മൊത്തം പോപ്പുലേഷൻ, മെജോറിറ്റി ഓഫ് ദ പോപ്പുലേഷൻ ഡിപ്പെൻഡ് ഓൺ അഗ്രികൾച്ചറൽ സെക്ടർ ഫോർ ദെയർ ലിവിങ് എന്നതാണ് നമുക്ക് മനസ്സിലാക്കാവുന്ന ഒരു കാര്യം. ദെൻ അഗ്രികൾച്ചർ സെക്ടറിലൂടെ ഒക്യുപ്പേഷൻ സ്ട്രക്ചറിൽ എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്? അഗ്രികൾച്ചർ സെക്ടർ അക്കൗണ്ടഡ് ഫോർ ദ ലാർജസ്റ്റ് ഷെയർ ഓഫ് വർക്ക് ഫോഴ്സ്. മൊത്തം വർക്ക് ഫോഴ്സിൻ്റെ ഒരു മേജർ ഷെയർ അഗ്രികൾച്ചർ സെക്ടറിലാണ് ഓക്യുപ്പൈ ചെയ്തിരുന്നത്. വിച്ച് യൂഷ്വലി റിമൈൻഡ് അറ്റ് എ ഹൈ ഓഫ് 70 to 75%. ഏതാണ്ട് 70-75% വർക്കിംഗ് പോപ്പുലേഷനും വർക്ക് ഫോഴ്സും ഡിപ്പെൻഡ് ചെയ്തിരുന്നത് കാർഷിക മേഖലയായിരുന്നു. വർക്ക് ഫോഴ്സ് ഓഫ് മാനുഫാക്ചറിങ് സെക്ടർ ആൻഡ് സർവീസ് സെക്ടർ വാസ് ലെസ്. മാനുഫാക്ചറിങ് സെക്ടർ അഥവാ ഇൻഡസ്ട്രിയൽ സെക്ടറിലെയും അതേപോലെ സേവന മേഖലയിലും ഡിപ്പെൻഡ് ചെയ്യുന്ന വർക്ക് ഫോഴ്സിൻ്റെ എണ്ണം വളരെ കുറവായിരുന്നു. ഏതാണ്ട് 20-25% ആളുകൾ മാത്രമേ ആ രണ്ട് മേഖലയിലും വർക്ക് ചെയ്തിട്ടുള്ളൂ. ഏറ്റവും കൂടുതൽ 75% പോപ്പുലേഷൻ ഡിപ്പെൻഡ് ചെയ്തത് കാർഷിക മേഖലയായിരുന്നു. പീപ്പിൾ എൻഗേജ്ഡ് ഇൻ മാനുഫാക്ചറിങ് സെക്ടർ വാസ് ഓൺലി 10% ആൻഡ് ഇൻ സർവീസ് സെക്ടർ വാസ് 15 to 20%. മാനുഫാക്ചറിങ് സെക്ടറിനെ ഡിപ്പെൻഡ് ചെയ്ത ജനങ്ങളുടെ ശതമാനം 10% അതേസമയത്ത് സർവീസ് സെക്ടറിനെ ഡിപ്പെൻഡ് ചെയ്ത ആളുകളുടെ ശതമാനം 15%. അങ്ങനെ ടോട്ടൽ 25% രണ്ട് മേഖലയെ ഡിപ്പെൻഡ് ചെയ്തപ്പോൾ 70 to 75% ജനങ്ങളും ഡിപ്പെൻഡ് ചെയ്തത് കാർഷിക മേഖലയായിരുന്നു. ദെൻ ഓക്യുപ്പേഷണൽ സ്ട്രക്ചറിൽ ചേഞ്ചസ് ഇൻ ഓക്യുപ്പേഷണൽ സ്ട്രക്ചർ ഡ്യൂ ടു ഗ്രോയിങ് റീജിയണൽ ഡിസ്പാരിറ്റീസ്. പല തരത്തിലുള്ള റീജിയണൽ ഡിസ്പാരിറ്റീസ് വർദ്ധിക്കാൻ നമ്മുടെ രാജ്യത്ത് സഹായകരമായി. ചില മേഖലകൾ നന്നായി വികസിച്ചപ്പം പല മേഖലകളും വളരെയധികം അവഗണിക്കപ്പെട്ടു. ഒരു വികസനവുമില്ലാതെ അവഗണിക്കപ്പെട്ടിട്ടുണ്ട് നമ്മുടെ പ്രധാനപ്പെട്ട മേഖലകൾ. പാർട്സ് ഓഫ് മദ്രാസ് പ്രസിഡൻസി, മഹാരാഷ്ട്ര ആൻഡ് വെസ്റ്റ് ബംഗാൾ വിറ്റ്നസ്ഡ് എ ഡിക്ലൈൻ ഇൻ ദ ഡിപ്പെൻഡൻസ് ഓഫ് വർക്ക് ഫോഴ്സ് ഓൺ ദ അഗ്രികൾച്ചർ സെക്ടർ. കാർഷിക മേഖലയെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്ന വർക്ക് ഫോഴ്സിൻ്റെ എണ്ണത്തിൽ
വലിയ തോതിലുള്ള ഒരു ഡിക്ലൈൻ സൂചിപ്പിച്ച പ്രധാനപ്പെട്ട മേഖലകളാണ് മദ്രാസ് പ്രസിഡൻസിയുടെ ഭാഗങ്ങൾ, മഹാരാഷ്ട്ര ആൻഡ് വെസ്റ്റ് ബംഗാൾ എന്നീ പ്രദേശങ്ങളിൽ വലിയ ഒരു ഡിക്ലൈൻ നമ്മൾക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. ഇൻക്രീസ് ഇൻ ദ മാനുഫാക്ചറിങ് ആൻഡ് സർവീസ് സെക്ടർ, ആ 3 മേഖലകളിലും കൂടുതലായി മാനുഫാക്ചറിങ് സർവീസ് സെക്ടറിലേക്ക് വർക്ക് ഫോഴ്സ് നീങ്ങുന്നത് നമുക്ക് ആ കാലഘട്ടത്തിൽ കാണാൻ സാധിച്ചു. ഹൗവർ there had been an increase in the share of workforce in agricultural sector during the colonial period in states like Orissa, രാജസ്ഥാൻ ആൻഡ് പഞ്ചാബ്. അങ്ങനെയൊക്കെ ആണെങ്കിലും അഗ്രികൾച്ചറൽ സെക്ടറിലെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്ന ആളുകളെ, അതിനെ ആശ്രയിച്ച് ജീവിക്കുന്ന വർക്ക് ഫോഴ്സിൻ്റെ എണ്ണത്തിൽ ക്രമാതീതമായ വർധനവ് കാണിച്ച ചില പ്രദേശങ്ങളുണ്ട്. അതാണ് ഒറീസ, രാജസ്ഥാൻ, പഞ്ചാബ്. ഈ കാര്യങ്ങളാണ് നമുക്ക് ബ്രിട്ടീഷ് ഭരണകാലത്ത് ഓക്യുപ്പേഷൻ സെക്ടറിൽ കണ്ടെത്താൻ കഴിയുന്ന പ്രധാനപ്പെട്ട പോയിന്റ്സ്. ഈ മേഖലയിൽ നമുക്കുണ്ടായിട്ടുള്ള പ്രധാനപ്പെട്ട പോരായ്മകൾ എന്തൊക്കെയാണ്? ദർ ഹാസ് ബീൻ ഓൺലി ലിറ്റിൽ സൈൻ ഓഫ് ചേഞ്ച് ഇൻ ഓക്യുപ്പേഷൻ സെക്ടർ ഓഫ് ഇന്ത്യ ഉത്തർ ഡ്യൂറിംഗ് അണ്ടർ ബ്രിട്ടീഷ് റൂൾ. ബ്രിട്ടീഷ് ഭരണകാലത്ത് നമുക്ക് എടുത്തു പറയാൻ പറ്റുന്ന യാതൊരു തരം പോസിറ്റീവായ ഒരു കാര്യങ്ങളും നമുക്ക് ഉണ്ടായിരുന്നില്ല എന്നുള്ളത് തന്നെയാണ് നമ്മൾ അതിൽ ഏറ്റവും നമ്മൾ കൂടുതൽ അനുഭവിക്കുന്ന കാര്യം. വളരെ ചെറിയ ഒരു സൂചക മാത്രമേ നമുക്ക് സന്തോഷകരമായിട്ട് ഉണ്ടായിട്ടുള്ളൂ. സോ ദർ വർ മെനി പീപ്പിൾ വർ അൺഎംപ്ലോയിഡ്. അതുകൊണ്ട് തന്നെ ഭൂരിഭാഗം ആളുകളും തൊഴിലില്ലാത്തവരായിട്ടാണ് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയിൽ ബ്രിട്ടീഷ് ഭരണകാലത്ത് തന്നെ ഉണ്ടായിരുന്നത് എന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. നമ്മൾ ഈ ഡിസ്കഷൻ്റെ ഏറ്റവും അവസാനത്തെ ടോപ്പിക്കാണ് ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറയുന്നത്, അടിസ്ഥാന സൗകര്യങ്ങൾ. ഈ അടിസ്ഥാന മേഖലയിലാണ് ഒരു പരിധിവരെ ബ്രിട്ടീഷ് ഗവൺമെൻറ്റിനെ കൊണ്ട് നമുക്ക് ചില ഗുണങ്ങൾ ഉണ്ടായിട്ടുള്ള നമുക്ക് പരിശോധിക്കാം. സോ there has been many developments in infrastructure in India. ഇന്ത്യയിൽ ധാരാളം ഡെവലപ്മെൻറ്റ്സ് ഇൻഫ്രാസ്ട്രക്ചറൽ മേഖലയിൽ ഉണ്ടായിട്ടുണ്ട്. The real motive of the development during colonial period was not to provide basic amenities to the people but to subserve various colonial interests. ഈ മേഖലയിൽ ധാരാളം നേട്ടങ്ങൾ ഉണ്ടായി എന്ന് നമ്മൾ പറയുമ്പോൾ അതിൻ്റെ പ്രധാനപ്പെട്ട മോട്ടീവ് എന്താണെന്ന് എന്നോട് നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. ഈ ഡെവലപ്മെൻറ്റിൻ്റെ റിയൽ മോട്ടീവ് എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയിലെ ബേസിക് കമ്മ്യൂണിറ്റീസ് വർദ്ധിപ്പിക്കുക എന്നുള്ളതായിരുന്നില്ല. എന്നാൽ ഇറ്റ് ടു സബ്സർവ് ദ വേരിയസ് കൊളോണിയൽ ഇൻട്രസ്റ്റ്, കൊളോണിയൽ ഗവൺമെൻറ്റിൻ്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി നടത്തിയ ചില പ്രവർത്തനങ്ങളാണ് നമുക്ക് ഇൻഫ്രാസ്ട്രക്ചർ മേഖലയിൽ ഗുണകരമായി വന്നിട്ടുള്ളത്. അല്ലാതെ നമ്മളെ രാജ്യത്തിൻ്റെ അവസ്ഥ മെച്ചപ്പെടുത്താൻ വേണ്ടി ബ്രിട്ടീഷ് ഗവൺമെൻറ് ചെയ്തതായിരുന്നില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. എന്നിരുന്നാലും ചില പോസിറ്റീവ്സിന് നമ്മൾ അണ്ടർലൈൻ ചെയ്യുകയാണെങ്കിൽ, നമ്പർ 1, ഡെവലപ്മെൻറ്റ് ഓഫ് ബേസിക് ഇൻഫ്രാസ്ട്രക്ചർ അടിസ്ഥാന ഇൻഫ്രാസ്ട്രക്ചറിൽ നമുക്ക് ചെറിയ വികസനം നമുക്കുണ്ടായിട്ടുണ്ട്. അണ്ടർ ദ കൊളോണിയൽ റെജീം ബേസിക് ഇൻഫ്രാസ്ട്രക്ചർ സച്ച് ആസ് റെയിൽവേസ്, പോർട്സ്, വാട്ടർ ട്രാൻസ്പോർട്ട്, പോസ്റ്റ് ആൻഡ് ടെലിഗ്രാഫ് ഡെവലപ്പ്. ബ്രിട്ടീഷ് ഗവൺമെൻറ്റിൻ്റെ കാലഘട്ടത്തിൽ നമുക്ക് ചെറിയ ബേസിക് ഇൻഫ്രാസ്ട്രക്ചർ മേഖലയിൽ ചില നേട്ടങ്ങൾ ഉണ്ടായിട്ടുള്ള മേഖലയാണ്. ഒന്ന് റെയിൽവേ, മറ്റൊന്ന് പോർട്ട്, വാട്ടർ ട്രാൻസ്പോർട്ട്, പോസ്റ്റ് ആൻഡ് ടെലിഗ്രാഫ് എക്സെട്ര. ഇത്തരം മേഖലയിൽ നമുക്ക് ചെറിയ പോസിറ്റീവായ സൂചകങ്ങൾ നമുക്ക് കണ്ടെത്താൻ സാധിക്കും. റോഡ്സ് ദാറ്റ് വർ ബിൽറ്റ് പ്രൈമർലി സെർവ്ഡ് ദ പർപ്പസ് ഓഫ് മൊബിലൈസിംഗ് ദ ആർമി വിത്തിൻ ഇന്ത്യ ആൻഡ് ഡ്രോയിങ് റോ മെറ്റീരിയൽസ് ഫ്രം ദ കൺട്രി സൈഡ്. നമ്മുടെ രാജ്യത്ത് ധാരാളം റോഡുകൾ ബ്രിട്ടീഷ് ഗവൺമെൻറ്റിൻ്റെ കാലത്ത് നിർമ്മിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് നമുക്കറിയാം. ഈ റോഡുകൾ മുഴുവനും നിർമ്മിക്കപ്പെട്ടത് നമ്മുടെ രാജ്യത്തിൻ്റെ അടിസ്ഥാന വികസനത്തിന് വേണ്ടിയിട്ടായിരുന്നില്ല, മറിച്ച് 2 കാര്യങ്ങൾക്കാണ്. ഒന്ന്, മൊബിലൈസിംഗ് ദ ആർമി വിത്തിൻ ഇന്ത്യ, ഇന്ത്യൻ്റെ വിവിധ പ്രദേശങ്ങളെ ബ്രിട്ടൻ്റെ ആർമികളെ മൊബിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അത്തരത്തിലുള്ള റോഡുകൾ നിർമ്മിച്ചത്. അതേപോലെ തന്നെ ഇന്ത്യയുടെ വിവിധ കൺട്രി സൈഡുകളിൽ നിന്ന് ഗ്രാമാന്തരങ്ങളിൽ നിന്ന് റോ മെറ്റീരിയൽസിനെ ബ്രിട്ടൻ ആവശ്യമായ ഉൽപ്പന്നങ്ങൾ കടത്തിക്കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങൾ ഏർപ്പെടുത്താൻ വേണ്ടിയാണ് ഇത്തരം റോഡുകൾ ഉണ്ടാക്കിയത് എന്നും നമുക്ക് കൃത്യമായി മനസ്സിലാക്കാൻ കഴിയും. ദെൻ ദ ഇൻട്രൊഡക്ഷൻ ഓഫ് റെയിൽവേസ് ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ റെയിൽവേസ് 1850 ബോംബെ ടു താന എന്നുള്ള റൂട്ടിൽ ആദ്യമായി റെയിൽവേ ലൈന് തുടങ്ങിയത് ബ്രിട്ടൻ്റെ ഏറ്റവും വലിയ ഒരു നേട്ടമായി നമ്മൾ പങ്കെടുത്തുകൊണ്ട് നമ്മൾ സംസാരിക്കാറുണ്ട്. വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് കോൺട്രിബ്യൂഷൻ ഓഫ് ബ്രിട്ടീഷ് വാസ് ദ ഇൻട്രൊഡക്ഷൻ ഓഫ് റെയിൽവേസ് ഇൻ 1850. 1850 സ്ഥാപിക്കപ്പെട്ട, ഉദ്ഘാടനം ചെയ്യപ്പെട്ട റെയിൽവേയുടെ ഇൻട്രൊഡക്ഷനാണ് ബ്രിട്ടീഷ് ഗവൺമെൻറ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇന്ത്യൻ ജനതയ്ക്ക് കിട്ടിയിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നേട്ടമെന്ന് നമുക്ക് മനസ്സിലാക്കാം. Then railways enabled people to undertaking long distance travel, and here
thereby break the cultural and geographical barriers. നമ്മുടെ രാജ്യത്ത് ധാരാളം നാട്ടുരാജാക്കന്മാരും അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള തർക്കങ്ങളും ആക്രമണങ്ങളും കൂടിച്ചേർക്കലുകളും യുദ്ധങ്ങളും നടക്കുന്ന കാലഘട്ടമാണ്. ആ കാലഘട്ടത്തിൽ നമ്മളെ കൾച്ചറലായിട്ടുള്ള ഒരു ഒന്നിപ്പിക്കലിന്, അതേപോലെ മാനസികമായ ഒരു ഒന്നിപ്പിക്കലിന് ഈ റെയിൽവേ ഇന്ത്യൻ ജനങ്ങൾക്കിടയിൽ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാവും. കൾച്ചറായിട്ടുള്ള ബാരിയേഴ്സ് തകർക്കുന്നതിൽ, ജിയോഗ്രഫിക്കലായിട്ടുള്ള ബാരിയേഴ്സ് തകർക്കുന്നതിൽ, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ടും അറിഞ്ഞും കാര്യങ്ങൾ ചെയ്യുന്നതിനിടയാക്കാൻ ഈ ഇന്ത്യൻ റെയിൽവേയുടെ ഇൻട്രൊഡക്ഷൻ ഇന്ത്യൻ ജനതയ്ക്ക് ഗുണകരമായിട്ടുണ്ട്. ഒരു യൂണിറ്റി സ്ഥാപിക്കുന്നതിൽ ഇന്ത്യൻ റെയിൽവേക്ക് വലിയ പങ്കാളിത്തം ഉണ്ടായിട്ടുണ്ട്. ദ വോളിയം ഓഫ് ഇന്ത്യാസ് എക്സ്പോർട്ട് ട്രേഡ് വാസ് അൺഡൗട്ടഡ്ലി എക്സ്പാൻഡ്. അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ എക്സ്പോർട്ട് വളരെ വലിയ തോതിൽ വർദ്ധിക്കുന്നതിനും ഈ കാലഘട്ടത്തിൽ സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. ദ കൊളോണിയൽ അഡ്മിനിസ്ട്രേഷൻ ടുക്ക് മെഷേഴ്സ് ഫോർ ഡെവലപ്പിംഗ് ട്രേഡ് ആൻഡ് സീ ലൈൻസ്. രാജ്യത്തിനകത്തുള്ള കച്ചവടവും അതേപോലെ വെള്ളത്തിലൂടെയുള്ള വാട്ടർ ട്രാൻസ്പോർട്ടിലൂടെയും സീ ലൈൻസിലൂടെയുമുള്ള ഇന്റർനാഷണൽ ട്രേഡുകളെ കൊളോണിയൽ ഗവൺമെന്റ് വളരെയധികം പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. ദെൻ ഇൻട്രൊഡക്ഷൻ ഓഫ് ഇലക്ട്രിക് ടെലിഗ്രാഫ് ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ ഇലക്ട്രിക് ടെലിഗ്രാഫ് സ്ഥാപിക്കപ്പെട്ടത് ബ്രിട്ടീഷ് ഭരണകാലത്താണ്. ഇറ്റ് ഈസ് സെർവ്ഡ് ഫോർ ദ പർപ്പസ് ഓഫ് മെയിൻറ്റെയിനിങ് ലോ ആൻഡ് ഓർഡർ. ഇന്ത്യയിൽ ഒന്നാകെ, ഇന്ത്യ എന്നുള്ള രാജ്യത്തൊട്ടാകെ നിയമങ്ങൾ പരിപാലിക്കുന്നതിന് വേണ്ടി ഇത്തരത്തിലുള്ള ഒരു സർവീസ് വളരെ സന്തോഷകരമായി അനുഭവപ്പെട്ടിട്ടുണ്ട് എന്ന് നമുക്ക് കൃത്യമായി കാണാവുന്നതാണ്. ദെൻ പ്രോബ്ലംസ് ധാരാളം ഉണ്ടായിട്ടുണ്ട് ഈ മേഖലയിൽ. ആ പ്രോബ്ലംസിനെ നമ്മളൊന്ന് പരിശോധിക്കുകയാണെങ്കിൽ, നമ്പർ 1, ദ പ്രോബ്ലംസ് ഫേസ്ഡ് ആഫ്റ്റർ ദ കൺസ്ട്രക്ഷൻ ഓഫ് റോഡ്സ്. റോഡ്സിന്റെ കൺസ്ട്രക്ഷന് ശേഷം ധാരാളം പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. റോഡ്സ് കൺസ്ട്രക്റ്റഡ് ഇൻ ഇന്ത്യ പ്രയർ ടു ദ അഡ്വന്റ് ബ്രിട്ടീഷ് വെർ നോട്ട് ഫിറ്റ് ഫോർ മോഡേൺ ട്രാൻസ്പോർട്ട്. ബ്രിട്ടീഷ് ഗവൺമെന്റ് ഇന്ത്യയിൽ ഉണ്ടാക്കിയിട്ടുള്ള റോഡ്സുകളൊന്നും മോഡേൺ ട്രാൻസ്പോർട്ടിന് ഫിറ്റായിരുന്നില്ല എന്ന് നമുക്ക് കൃത്യമായി മനസ്സിലാക്കാൻ കഴിയും. കൊളോണിയൽ അഡ്മിനിസ്ട്രേഷൻ കുഡ് നോട്ട് അക്കംപ്ലിഷ് മച്ച് ഫോർ ദ ഡെവലപ്മെന്റ് ഓഫ് റോഡ്സ്. കൊളോണിയൽ ഗവൺമെന്റ് ഇന്ത്യയിലുള്ള റോഡ്സിന്റെ വികസനത്തിന് വേണ്ടി കാര്യമായ പ്രവർത്തനങ്ങളൊന്നും നടത്തിയിട്ടില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. യൂട്ടിലൈസേഷൻ ഓഫ് റോഡ്സിന്റെ ഉപയോഗം. ദ റോഡ്സ് ദാറ്റ് were constructed were for drawing raw materials from the countryside to the nearest railway station or the port and sent these to far away England or other foreign destination. ഇന്ത്യയിൽ റോഡ്സ് ധാരാളം നിർമ്മിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ നിർമ്മിക്കപ്പെട്ട റോഡുകളൊന്നും തന്നെ ഇന്ത്യയിൽ അടിസ്ഥാന സൗകര്യങ്ങളുടെ വികസനത്തിന് വേണ്ടിയായിരുന്നില്ല. ഇന്ത്യയുടെ ഗ്രാമങ്ങളിൽ നിന്ന് റോ മെറ്റീരിയൽസ് റോഡ് മുഖേന ബ്രിട്ടനിലേക്ക് എക്സ്പോർട്ട് ചെയ്യപ്പെടുന്നതിന് വേണ്ടി. ഇൻഫ്രാസ്ട്രക്ചർ മേഖലയിൽ ധാരാളം നെഗറ്റീവ്സ് വീണ്ടും നമുക്ക് രേഖപ്പെടുത്താൻ കഴിയും. അക്യൂട്ട് ഷോർട്ടേജ് ഓഫ് വെതർ റോഡ്സ്. പലതരം കാലാവസ്ഥകളെ അതിജീവിക്കുന്ന റോഡുകളുടെ അപര്യാപ്തത നമ്മുടെ രാജ്യത്ത് ധാരാളം ഉണ്ടായിട്ടുണ്ട്. ദർ ആൾവേസ് റിമെയിൻഡ് അക്യൂട്ട് ഷോർട്ടേജ് ഓഫ് വെതർ റോഡ്സ് ടു റീച്ച് ഔട്ട് ദ റൂറൽ ഏരിയാസ് ഡ്യൂറിംഗ് ദ റെയിനി സീസൺ. ഇന്ത്യ നമുക്കറിയാം നല്ല റെയിനി സീസൺ കിട്ടുന്ന രാജ്യമാണ് ഇന്ത്യ. അത്തരത്തിലുള്ള റെയിനി സീസണെ കൂടി പരിഗണിക്കുന്ന തരത്തിലുള്ള റോഡുകൾ നിർമ്മിക്കുന്നതിൽ ബ്രിട്ടീഷ് ഗവൺമെന്റ് പരാജയപ്പെട്ടതായിട്ട് നമുക്ക് കാണാൻ കഴിയും. പീപ്പിൾ മോസ്റ്റ്ലി ലിവിംഗ് ഇൻ ദീസ് ഏരിയാസ് സഫേർഡ് സിവിയർലി ഡ്യൂറിംഗ് നാച്ചുറൽ കലാമിറ്റീസ് ആൻഡ് ഫെമൈൻസ്. ഈ മേഖലകളിൽ ജീവിക്കുന്ന ജനങ്ങൾ ബ്രിട്ടീഷ് ഭരണകാലത്ത് ധാരാളം പ്രകൃതിക്ഷോഭങ്ങളിലും അതേപോലെ ഭക്ഷ്യക്ഷാമത്തിലും അകപ്പെട്ടിട്ടുണ്ട് എന്ന് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാവുന്നതാണ്. ഇമ്പാക്റ്റ് ഓഫ് റെയിൽവേസ് ഓൺ ഇന്ത്യൻ ഇക്കോണമി. ഇന്ത്യൻ ഇക്കോണമിയുടെ മുകളിൽ ബ്രിട്ടീഷ് ഗവൺമെന്റ് ഇൻട്രൊഡ്യൂസ് ചെയ്ത റെയിൽവേക്ക് ധാരാളം നേട്ടങ്ങളും അതേപോലെ കോട്ടങ്ങളും സൃഷ്ടിക്കാൻ സാധിച്ചിട്ടുണ്ട്. പലതരത്തിലുള്ള പ്രത്യാഘാതങ്ങളും ഉണ്ടായിട്ടുണ്ട്. ദ റെയിൽവേസ് അഫക്റ്റഡ് ദ സ്ട്രക്ചർ ഓഫ് ഇന്ത്യൻ ഇക്കോണമി. ഇന്ത്യൻ ഇക്കോണമിയുടെ സ്ട്രക്ചറിനെ തന്നെ അഫക്റ്റ് ചെയ്യാൻ റെയിൽവേയുടെ ഇൻട്രൊഡക്ഷൻ സാധിച്ചിട്ടുണ്ട്. ഇറ്റ് ലീഡ്സ് ടു കൊമേഴ്സ്യലൈസേഷൻ ഓഫ് ഇന്ത്യൻ അഗ്രികൾച്ചർ വിച്ച് അഡ്വേഴ്സ്ലി അഫക്റ്റഡ് ദ കമ്പാരറ്റീവ് സെൽഫ് സഫീഷ്യൻസി ഓഫ് ദ വില്ലേജ്. സോ നമ്മുടെ വില്ലേജ് എന്ന് പറയുന്നത് സ്വന്തം താല്പര്യങ്ങൾക്ക് വേണ്ടി, സ്വന്തം ഉപഭോഗത്തിന് വേണ്ടി ഭക്ഷണങ്ങൾ ഉൽപ്പാദിപ്പിക്കുകയും അത് സ്വയം കൺസ്യൂം ചെയ്യുകയും ചെയ്ത് അങ്ങനെ സെൽഫ് സഫീഷ്യൻ്റ് ആയ വില്ലേജസ് ആയിരുന്നു. ഈ ബ്രിട്ടന്റെ അഡ്മിനിസ്ട്രേഷന്റെ ഭാഗമായി റെയിൽവേസ് വന്നതോടുകൂടി കാർഷിക മേഖല മുഴുവനായും കൊമേഴ്ഷ്യലൈസ് ചെയ്യപ്പെട്ടു എന്ന് നമുക്കറിയാം. ആ കൊമേഴ്ഷ്യലൈസേഷൻ നടന്നതോടുകൂടി ഇന്ത്യയിലുള്ള ജനങ്ങൾ കൂടുതൽ ഉൽപ്പന്നങ്ങൾ മാർക്കറ്റിൽ കൊണ്ടുപോയി വിൽക്കാൻ വേണ്ടി ഉൽപ്പാദിപ്പിക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാകുന്നത് വഴി ഇന്ത്യയുടെ സെൽഫ് സഫിഷ്യൻസി എന്ന് പറയുന്ന ആ ഒരു സ്വയം പര്യാപ്തതയുടെ ഏറ്റവും നല്ല മെറിറ്റ് നമുക്ക് നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം ബ്രിട്ടന്റെ നയം കൊണ്ട് നമുക്ക് ഉണ്ടായിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം.
Then through the volume of India's export trade undoubtedly expanded, but its benefits completely goes to British. ഇന്ത്യയുടെ എക്സ്പോർട്ട് വളരെ തോതിൽ വർദ്ധിച്ചു. അതിൽ നമുക്ക് ഫേവറബിൾ കണ്ടീഷൻ ഉണ്ടായിരുന്നു എന്ന് നമ്മൾ കഴിഞ്ഞ ഭാഗങ്ങളിൽ നമ്മൾ മനസ്സിലാക്കിയതാണ്. പക്ഷെ അതിൽ നിന്ന് നമ്മൾ തിരിച്ചറിയുന്ന ഒരു കാര്യമുണ്ട്, അതിൻ്റെ ബെനിഫിറ്റ്സ് കംപ്ലീറ്റ്ലി ഗോസ് ടു ബ്രിട്ടീഷ് ഗവൺമെൻറ്റാണ്. ആ എക്സ്പോർട്ട് ട്രേഡ് കൊണ്ടുണ്ടായ നേട്ടങ്ങൾ മുഴുവനും ബ്രിട്ടീഷ് ഗവൺമെൻറ്റിനാണ് അതുകൊണ്ട് ഗുണമുണ്ടായിട്ടുള്ളത്. ഹ്യൂജ് എക്കണോമിക് ലോസസ് ഫോർ ഇന്ത്യ, ഇന്ത്യക്ക് വലിയ സാമ്പത്തിക നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ദ ഇൻലാൻഡ് വാട്ടർവേസ് അറ്റ് ദാറ്റ് ടൈം ഓൾസോ അൺഇക്കണോമിക്കൽ, ആ കാലത്തുണ്ടായിരുന്ന ഇൻലാൻഡ് വാട്ടർവേസ് മുഴുവനായും അൺഇക്കണോമിക്കലായിരുന്നു, സാമ്പത്തികമായി വലിയ ബാധ്യതകൾ സൃഷ്ടിക്കുന്നതായിരുന്നു. പോസ്റ്റൽ സർവീസ് സെർവിങ് എ യൂസ്ഫുൾ പർപ്പസ് ബട്ട് ദേ ആർ ഇനാഡിക്വേറ്റ്, വളരെ നല്ല സർവീസ് ചെയ്തുകൊണ്ടിരുന്ന മേഖലയാണ് പോസ്റ്റൽ സർവീസ്, പക്ഷേ അതിൻ്റെ സേവനങ്ങളും വളരെ ഇനാഡിക്വേറ്റ് ആയിരുന്നു. പല മേഖലകളിലേക്കും അത്തരം സേവനങ്ങൾ എത്തിച്ചേർന്നിരുന്നില്ല എന്നുള്ളതും അതിൻ്റെ ഒരു പോരായ്മയാണ്. ദോ ദ ഇൻഫ്രാസ്ട്രക്ചർ ഓഫ് ഇന്ത്യ ഡെവലപ്ഡ് എ ലോട്ട്, ധാരാളം നേട്ടങ്ങൾ ഇൻഫ്രാസ്ട്രക്ചർ മേഖലയിൽ ബ്രിട്ടീഷ് ഗവൺമെൻറ് കൊണ്ട് ഉണ്ടായി എന്ന് നമ്മൾ പറയുമ്പോഴും, ബട്ട് ഓൾ ദീസ് ഡെവലപ്മെൻറ്റ് ബെനിഫിറ്റഡ് ദ ബ്രിട്ടീഷ് റെജീം, ഈ എല്ലാ നേട്ടങ്ങൾ കൊണ്ടും ഗുണം ഉണ്ടായത് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥക്കോ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിനോ അല്ല, ബ്രിട്ടീഷ് ഗവൺമെൻറ്റിനാണ് എന്നുള്ളതാണ് നമുക്കതിൽ നിന്ന് മനസ്സിലാക്കാവുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. സോ ദ കനാൽ ഓഫ് ഒറീസ കോസ്റ്റിൽ ഉണ്ടാക്കിയിട്ടുള്ള കനാൽ, ത്രൂ ദ കനാൽ വാസ് ബിൽറ്റ് അറ്റ് എ ഹ്യൂജ് കോസ്റ്റ്, വലിയ ചെലവ് കൊടുത്തിട്ടാണ് ഇത്തരത്തിലുള്ളൊരു കനാൽ ഇന്ത്യൻ ഗവൺമെൻറ്, ബ്രിട്ടീഷ് ഗവൺമെൻറ് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. ഇറ്റ് ഫെയിൽഡ് ടു കമ്പീറ്റ് വിത്ത് റെയിൽവേസ് which soon traveled the region running parallel to the canal and had to be ultimately abandoned. അവസാനം അത് നിരോധിക്കപ്പെടേണ്ട ഒരു സാഹചര്യത്തിലേക്ക് വന്നിട്ടുണ്ട്. കാരണം ഈ കനാലിലൂടെയുള്ള ഗതാഗതം വളരെ ചെലവ് കൂടിയതായതുകൊണ്ട് റെയിൽവേയോട് മത്സരിക്കുന്ന കാര്യത്തിൽ അത് വളരെയധികം പരാജയപ്പെടുകയും റീജിയണൽ റണ്ണിങ് എന്ന് പറയുന്നത് വളരെ കോസ്റ്റ്ലി ആയിട്ട് മാറുകയും ചെയ്തു. അവസാനം അത് ബ്രിട്ടീഷ് ഗവൺമെൻറ് നിരോധിച്ചു, അതിൽ നിന്ന് പിൻവാങ്ങി എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. സോ നമ്മൾ ഈ ചാപ്റ്ററിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്തിരിക്കുന്നത് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയിൽ ബ്രിട്ടീഷ് ഭരണകാലത്തുണ്ടായിട്ടുള്ള പ്രധാനപ്പെട്ട നേട്ടങ്ങളെയും കോട്ടങ്ങളെയുമാണ്. 6 സബ് ടോപ്പിക്കുകളിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്തത്. അഗ്രികൾച്ചറൽ സെക്ടർ, ഇൻഡസ്ട്രിയൽ സെക്ടർ, ഫോറിൻ ട്രേഡ്, ഓക്യുപ്പേഷണൽ സെക്ടർ, ഡെമോഗ്രാഫിക് കണ്ടീഷൻസ് ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ. ഈ 6 മേഖലകളിലൂടെ നമ്മൾ നടത്തിയിട്ടുള്ള ഈ ഒരു സഞ്ചാരം കാര്യമായി നമ്മൾ ബ്രിട്ടീഷ് ഗവൺമെൻറ് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയിൽ വരുത്തിയിട്ടുള്ള സ്വാധീനവും അതിൻ്റെ അനന്തര ഫലങ്ങളുമാണ് നമ്മൾ ചർച്ച ചെയ്തത്. ഈ 1ാമത്തെ ചാപ്റ്റർ ഇവിടെ പൂർണ്ണമാവുകയാണ്. അപ്പോൾ ഈ ചാപ്റ്ററിൻ്റെ കൂടെ ഈ കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിന് മുന്നോട്ട് വന്നിട്ടുള്ള മുഴുവൻ വിദ്യാർത്ഥികൾക്കും സന്തോഷത്തോടു കൂടി അവർക്കെല്ലാവർക്കും നന്ദി പറയുന്നു. ഓക്കെ, താങ്ക് യു.